പുതിയ അഡ്മിറ്റ് ആണല്ലേ? ആ, ഞങ്ങളൊക്കെ കുറച്ചാളായിട്ട് ഇവിടുത്തുകാരാ. കൃഷ്ണൻകുട്ടി, ബെന്നി, BNNY, കേശു, കേശു. കേശവൻ. ഞാൻ മിലിറ്ററിയിലായിരുന്നു. ആ, നമ്മുടെ പേരെന്താ? ഗാനലോക വീഥികളിൽ വേണൂതുമാ. ചൈനയിൽ വന്ന പുതിയ വൈറസിനെ പറ്റി കേട്ടോ എല്ലാ അമ്മമാരും ചോദിക്കുന്ന ചോദ്യം എന്റെ അടുത്ത്. ചൈനയിലെ പുതിയ വൈറസ് അല്ല, ഇത് ഞങ്ങൾ വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന വൈറസ് തന്നെയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വൈറൽ പാനൽ എന്നൊരു ടെസ്റ്റ് ഉണ്ട്. അതായത് കുഞ്ഞുങ്ങൾക്ക് പനി മാറാതിരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ടെസ്റ്റ് ആണ്. പലതരം വൈറൽ ഇൻഫെക്ഷൻസിൽ ഏത് വൈറസ് ആണെന്ന് അറിയാം. ആ വൈറൽ പാനലിലുള്ള വൈറസ് തന്നെയാണ് മെറ്റാന്യൂമോ വൈറസ് എന്ന് പറയുന്നത്. ഇവിടെയുള്ള എല്ലാ പീഡിയാട്രിഷ്യൻസും കണ്ടിട്ടുള്ള ഒരു വൈറസ് തന്നെയാണ്, പുതിയ വൈറസ് ഒന്നും അല്ല. ഇനി നാം മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം, ഇതൊരു ഭീകരജീവിയാണോ? ഒട്ടുമല്ല. സാധാരണ ജലദോഷ പനിയെ പോലെയേ ഉള്ളൂ. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇൻഫ്ലുവൻസ പോലെ തന്നെ പ്രശ്നം സൃഷ്ടിക്കാൻ കാരണം ആയേക്കാം. അതായത് ഇൻഫ്ലുവൻസ പനി എപ്പോഴാണോ പ്രശ്നം ഉണ്ടാക്കുന്നത്, കുഞ്ഞുങ്ങൾക്ക് പനി മാറാതെ നിൽക്കുന്നു, ചുമ കൂടുന്നു, ശ്വാസം മുട്ട് കൂടുന്നു, പെട്ടെന്ന് തന്നെ ശ്വാസം മുട്ടൽ കൂടി വൈറൽ ന്യൂമോണിയകളാകുന്നതാണ് ഇൻഫ്ലുവൻസ പനി. അതുപോലെ തന്നെ ചെറിയ കുട്ടികൾക്ക് ഒന്ന് ശ്രദ്ധിക്കണം, അത്ര മാത്രമേ ഉള്ളൂ. കുഞ്ഞിന് പനി മാറാതെ നിൽക്കുമ്പോഴോ അസ്വസ്ഥതകൾ കൂടുമ്പോഴോ ഒട്ടും വച്ചുകൊണ്ടിരിക്കരുത്. ഉടനെ തന്നെ അടുത്തുള്ള പീഡിയാട്രിഷ്യനെ കാണിക്കുക. കൃത്യസമയത്ത് ചികിത്സ തേടുക, അത്രേ ഉള്ളൂ. സാധാരണ ജലദോഷ പനിയെ പോലെ തന്നെ കണക്കാക്കുക, ഭയം ഒന്നും വേണ്ട.